മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പേരിൽ മലയാളികൾക്ക് ഉറക്കം നഷ്ടപ്പെടുമ്പോഴും അതേ അണക്കെട്ടിൻ്റെ പേരിൽ തമിഴ്നാട്ടുകാർ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. പേര് ജോൺ പെന്നിക്വിക്. വെള്ളക്കാരനാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഉപജ്ഞാതാവും സൃഷ്ടികർത്താവുമായി അറിയപ്പെടുന്ന എഞ്ചിനീയർ. മദ്രാസിലെ ബ്രിട്ടീഷ് ഭരണകൂടം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടപ്പോൾ ബ്രിട്ടനിലേക്ക് തിരികെ പോയി അവിടെ തനിക്കും തൻ്റെ ഭാര്യയ്ക്കുമുണ്ടായിരുന്ന സകല സമ്പാദ്യവും വിറ്റുപെറുക്കി ആ പണവുമായി വന്ന് മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണം പൂർത്തീകരിച്ച മനുഷ്യനാണ് ജോൺ പെന്നിക്വിക്. മലയാളികൾ മരണഭീതിയോടെ ഉറ്റുനോക്കുന്ന മുല്ലപ്പെരിയാർ ഡാം കെട്ടി തമിഴൻ്റെ മനസ്സിൽ ദൈവമായി മാറിയ ജോൺ പെന്നിക്വിക് എന്ന ബ്രിട്ടീഷുകാരൻ്റെ കഥയാണിത്. 1841 നവംബർ 15 ബ്രിട്ടനിലാണ് ജോൺ പെന്നിക്വിക് ജനിച്ചത്. ആഡിസ്കോമ്പിലെ ഒരു മിലിറ്ററി കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ജോൺ പെന്നിക്വിക് 1858 റോയൽ മിലിറ്ററി എഞ്ചിനീയറിംഗിൽ ജോലി നേടി. 1860 നവംബർ 11 ഇന്ത്യയിലെത്തിയ അദ്ദേഹം 10 വർഷം കൊണ്ട് മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ മേധാവിയായി മാറി. ജോൺ പെന്നിക്വിക് ജനിക്കുമ്പോഴും വളരുമ്പോഴും ഇന്ത്യയിലേക്ക് എത്തുമ്പോഴും തമിഴ്നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ജലക്ഷാമത്താൽ പൊറുതിമുട്ടുകയായിരുന്നു. തേനി, മധുര, ദിണ്ടിഗൽ, രാമനാഥപുരം എന്നിവിടങ്ങളിലെ ജനങ്ങളാണ് ജലക്ഷാമത്താൽ പൊറുതിമുട്ടിയിരുന്നത്. ഇതിന് പരിഹാരം കാണാൻ മുല്ലയാറിന് കുറുകെ അണകെട്ടി ജലം വൈഗാ നദിയിലെത്തിക്കാനുള്ള പദ്ധതി മദ്രാസിലെ ബ്രിട്ടീഷ് സർക്കാർ പലതവണ തയ്യാറാക്കിയെങ്കിലും അതൊന്നും പ്രാവർത്തികമായില്ല. 1882 നിർമ്മാണ വിദഗ്ധരായ ക്യാപ്റ്റൻ പെന്നിക്വിക്, ആർ സ്മിത്ത് എന്നിവരോട് മദ്രാസ് ഭരണകൂടം മുല്ലയാറിന് കുറുകെ അണകെട്ടി വെള്ളം തമിഴ്നാട്ടിലെത്തിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. പെന്നിക്വിക്കും മേജർ റൈവും കൂടി വളരെക്കാലം ശ്രമിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. അന്നത്തെ കണക്കനുസരിച്ച് 62 ലക്ഷം ഇന്ത്യൻ രൂപ ചെലവ് വരുന്ന പദ്ധതിയായിരുന്നു ഇരുവരും ചേർന്ന് തയ്യാറാക്കിയത്. 1887 അണക്കെട്ടിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ കനത്ത മഴയും വെള്ളപ്പൊക്കവും നിർമ്മാണത്തെ ഇടതടവില്ലാതെ തടസ്സപ്പെടുത്തി. കെട്ടിപ്പൊക്കിയ ഭാഗം വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ജോലിക്കാർ ഹിംസമൃഗങ്ങൾക്കിരയായി. കുറേയേറെ പേർ വെള്ളപ്പാച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഇതോടെ ഈ നിർമ്മാണം ഇനി തുടരേണ്ടതില്ലെന്ന് മദ്രാസ് സർക്കാർ തീരുമാനിച്ചു. നിരാശനായ ജോൺ പെന്നിക്വിക് കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് പോയി. എന്നാൽ ഈ അണക്കെട്ട് താൻ തന്നെ പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു. ഇംഗ്ലണ്ടിലെത്തിയ അദ്ദേഹവും ഭാര്യ ഗ്രേസ് ജോർജീനയും അവിടെയുള്ള തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ വിറ്റു പണമാക്കി. ആ പണവുമായി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഒരു വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിൽ നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ വന്ന മഴക്കാലം അവർ കെട്ടിയ ആ അടിത്തറ തകർത്തില്ല. പെന്നിക്വിക്കിൻ്റെ ദൃഢനിശ്ചയത്തിന് സർക്കാർ ഉറച്ച പിന്തുണ നൽകി. 1895 അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 81,30,000 രൂപയാണ് ഈ അണക്കെട്ടിനായി ആകെ ചിലവായത്. തമിഴ്നാട്ടിലെ 68,556 ഹെക്ടർ സ്ഥലത്തെ കൃഷിക്കും 5 ജില്ലകളിലെ ശുദ്ധജലക്ഷാമത്തിനും ഈ അണക്കെട്ടിലൂടെ പരിഹാരമായി. പെരിയാർ വന്യജീവി സങ്കേതത്തിലെയും പരിസരങ്ങളിലെയും 5,398 ചതുരശ്ര കിലോമീറ്ററാണ് ഈ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശം. മുല്ലപ്പെരിയാർ അണക്കെട്ട് കൊണ്ട് പരിപോഷിതമായ പ്രദേശങ്ങളിലെ ജനങ്ങൾ ജോൺ പെന്നിക്വിക്കിനെ ദൈവമായി കണ്ടു. തങ്ങളുടെ പൂജാസ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ചിത്രങ്ങൾക്കൊപ്പം അവർ ഈ വെള്ളക്കാരൻ്റെ ചിത്രവും വെച്ചു. തമിഴ്നാട്ടിലെ കമ്പം, തേനി, മധുര എന്നിവിടങ്ങളിൽ പെന്നിക്വിക്കിൻ്റെ സ്മാരക പ്രതിമകൾ ഉയർന്നു. 1893 മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പെന്നിക്വിക്കിനെ നോമിനേറ്റ് ചെയ്തു. 1895 ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന ബഹുമതി നൽകി ബ്രിട്ടീഷ് രാജ്ഞി അദ്ദേഹത്തെ ആദരിച്ചു. 1911 മാർച്ച് 9 തൻ്റെ 70ാമത്തെ വയസ്സിൽ പെന്നിക്വിക് കോംബർലിയയിൽ വെച്ച് അന്തരിച്ചു.